കലിമ ചൊല്ലിയില്ല എങ്കിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെടുമെന്ന വിവാദ പ്രസ്താവനയുമായി ഇമാം അസോസിയേഷൻ പ്രസിഡന്റ് മൗലാന സാജിദ് റാഷിദ്. കലിമയുടെ പേരിൽ ഹിന്ദുക്കൾ മരിച്ചാലേ അവർക്ക് ഭയമുണ്ടാകൂ എന്നും സാജിദ് റാഷിയുടെ പ്രസ്താവനയിലുണ്ട്. കലിമ ചൊല്ലിയാൽ മാത്രമേ താൻ ഭാരത് മാതാ കീ ജയ് എന്ന് പറയൂ എന്നും ഇമാം അസോസിയേഷൻ പ്രസിഡന്റ് പറയുന്നു. कलमा नहीं पढ़ोगे तो तुम मार दिए जाओगे कि या तो कलमा याद कर लो, नहीं तो मार दिए जाओगे। मुसलमानों से जब भी तो डरेंगे हिंदू। जब 2-4 हिंदू मरेंगे, 10-20 हिंदू मरेंगे कलमे के नाम पर, मुसलमान के नाम पर, इसके नाम पर, उसके नाम पर, तभी तो डरेंगे। आप कलमा बोलो, मैं भारत माता की जय बोल देता हूँ. ഇമാം അസോസിയേഷന്റെ പ്രസിഡന്റാണ് ഇത്തരത്തിൽ പച്ചയ്ക്ക് വർഗീയത പറയുന്നത്. നമ്മൾ കണ്ടതാണ്. നന്ദഗോപൻ ഇത്തരത്തിൽ പരസ്യമായി തുറന്നു പറയുകയാണ്. കലിമ ചൊല്ലാത്തവരൊക്കെ കൊല്ലപ്പെടണം എന്ന് ഇമാം അസോസിയേഷന്റെ പ്രസിഡന്റ് പറയുന്നു. ഈ ഒറ്റ പ്രസ്താവന കൊണ്ട് അദ്ദേഹത്തെ വിലങ്ങു വെക്കേണ്ടതല്ലേ? രാജ്യത്ത് കലിമ ചൊല്ലാത്തവരെ കൊല്ലണമെന്ന് പറയുന്ന ഒരു ഇമാം അസോസിയേഷന്റെ പ്രസിഡന്റ് ഒരിക്കലും ഇസ്ലാം മതവിശ്വാസികൾ അങ്ങനെ പറയില്ല. പക്ഷേ വർഗീയത മാത്രം ചീറ്റുന്ന ഇത്തരത്തിലുള്ള ആളുകൾ പരസ്യമായി പറയുകയാണ് കലിമ ചൊല്ലിയില്ല എങ്കിൽ അവർ കൊല്ലപ്പെടണം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഇങ്ങനെ കലിമ ചൊല്ലാതെ കൊല്ലപ്പെട്ടവർ ഈ രാജ്യത്തുണ്ട്. വീണ്ടും അങ്ങനെ കൊല്ലപ്പെടണമെന്ന് ഒരു ഇമാം അസോസിയേഷന്റെ പ്രസിഡന്റ് പറയുന്നു. എന്താണ് വിശദാംശങ്ങൾ നന്ദഗോപൻ? വിനോദ്, ഖലിമ എന്നത് ഏകദൈവ വിശ്വാസത്തെ അടിയുറയ്ക്കുന്ന അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന ഖുറാൻ വാക്യങ്ങളാണ്. അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നുള്ളതാണ് അതിൽ പ്രധാനമായും വ്യക്തമാക്കുന്നത്. അങ്ങനെ ഖലിമ ചെല്ലാത്ത മുഴുവൻ ആൾക്കാരെയും വകവരുത്തണമെന്നുള്ളതാണ് പ്രധാനമായും ഇമാം അസോസിയേഷൻ്റെ പ്രസിഡന്റ് റാഷിദ് ഖാലിദി വ്യക്തമാക്കുന്നത്. ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിലൊരു വിവാദ പ്രസ്താവന റാഷിദ് ഖാലിദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നേരത്തെയും ഇയാൾ വിവാദ നായകനായിരുന്നു. സ്വാതി മലിവാളിനെ ലൈംഗികപരമായി അധിക്ഷേപിച്ച കേസിൽ ഇയാൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇയാൾ മുൻപും പലതരത്തിലുള്ള വർഗീയ പ്രസ്താവനകളും നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇതിപ്പോൾ ഒരുപടി കടന്ന് കലിമ ചെല്ലാത്ത മുഴുവൻ ആൾക്കാരെയും വകവരുത്തണമെന്നുള്ളതാണ് റാഷിദ് ഖാലിദി വ്യക്തമാക്കുന്നത്. 10-20 ഹിന്ദുക്കൾ മരിച്ചാൽ മാത്രമേ ഇവർക്ക് ഭയമുണ്ടാകൂ എന്നുള്ളതാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. കലിമ ചെല്ലാത്തവർ ജീവിച്ചിരിക്കേണ്ട എന്നുള്ളതാണ് റാഷിദ് ഖാലിദി വ്യക്തമാക്കുന്നത്. നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണത്തിലെ 26 പേർ കൊല്ലപ്പെട്ടപ്പോൾ ഈ 26 പേരോടും ചോദിച്ചത് കലിമ ചെല്ലാനായിരുന്നു. കലിമ ചെല്ലാത്തവർ മുസ്ലിങ്ങളല്ല, അവർ ഹിന്ദുക്കളാണെന്ന് ബോധ്യപ്പെട്ടതോടുകൂടി അവരെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച മുംബൈയിലും സമാനമായ രീതിയിൽ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് 2 സെക്യൂരിറ്റി ജീവനക്കാരെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമമുണ്ടായിരുന്നു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഒരാൾക്ക് നിസാര പരിക്കേൽക്കുകയും ചെയ്ത സംഭവമുണ്ടായി. ISIS ഭീകരരുടെ അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആശയമാണ് ഖലിമ അല്ലെങ്കിൽ ഖലിമ ചൊല്ലാത്തവർ ജീവിച്ചിരിക്കേണ്ട എന്നുള്ളത്. ഇമാം അസോസിയേഷൻ്റെ പ്രസിഡന്റ് തന്നെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇമാം അസോസിയേഷൻ എന്നുള്ളത് സ്വാഭാവികമായും അത് ഉത്തരവാദിത്തമുള്ളൊരു സംഘടനയാണ്. ഇമാമാരുടെ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു ക്രെഡിബിലിറ്റി ഉണ്ട്. ആ അസോസിയേഷൻ്റെ നേതാവാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഖലിമ ചൊല്ലാത്തവരെ മുഴുവൻ വകവരുത്തുക, ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത്. 10-20 പേർ കൊല്ലപ്പെട്ടാൽ മാത്രമേ ഇവർ പഠിക്കൂ എന്നുള്ളതുമാണ് റാഷിദ് ഖാലിദി വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ വിവാദ പ്രസ്താവനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. BJPയും ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ സ്വാഭാവികമായും ഇയാൾക്കെതിരെ നിയമ നടപടി ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. വിനോദ്, അതെ, വ്യക്തമാണ്. ഖലിമ ചൊല്ലിയില്ല എങ്കിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെടുമെന്ന വിവാദ പ്രസ്താവനയാണ് ഇമാം അസോസിയേഷൻ പ്രസിഡന്റ് മൗലാന സാജിദ് റാഷിദ് നടത്തിയിട്ടുള്ളത്. കലിമയുടെ പേരിൽ ഹിന്ദുക്കൾ മരിച്ചാലേ അവർക്ക് ഭയമുണ്ടാകുമെന്നും അദ്ദേഹം പരസ്യമായി പറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ.